ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാലിയിൽ ഇന്ന് നമ്മൾ ഡേ 2 ആണ്. ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അലാസ് ഹാരും റൈസ് ടെറസ് ആണ്. ബാലി റൈസ് ടെറസിന് വളരെ ഫേമസ് ആണ്. കുറേ ഡിഫറെൻറ്റ് റൈസ് ടെറസ് ഫാംസ് നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ അവൈലബിൾ ആണ്. ടെഗലലാങ്, അലാസ് ഹാരും അങ്ങനെ പല ടെറസസ് അവൈലബിൾ ആണ് നമുക്ക് ടൂറിസ്റ്റിന് വിസിറ്റ് ചെയ്യാൻ. ഞങ്ങളതിൽ ചൂസ് ചെയ്തിരുന്നത് അലാസ് ഹാരുമാണ്. ഞങ്ങൾ രാവിലെ ഒരു ഏർലി മോർണിംഗ് തന്നെ ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്രൗഡഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്ക് മുൻപേ അറിയുന്നുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 50K IDR ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അത് ജസ്റ്റ് എൻട്രൻസ് ഫീസാണ്. ഇതിനകത്തുള്ള ആക്ടിവിറ്റീസിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ 8 o'clock ആയപ്പോഴാണ് എത്തിയത്. ഇവിടെ നല്ലൊരു കഫറ്റേരിയ, പിന്നെ ഒരു കോഫി ഹൗസ് എല്ലാം ഉണ്ട്. ബാലിയിൽ ഫേമസ് ആയിട്ടുള്ളത് കോപ്പി ലുവാക് കോഫിയാണ്. സിവെറ്റ് എന്ന് പറഞ്ഞ അനിമലിന് കോഫി ബീൻസ് ഫീഡ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ക്രീറ്റ കളക്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന കോഫിയാണ് കോപ്പി ലുവാക് കോഫി. അത് ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട് ഈ സിവെറ്റ് അനിമലിൻ്റെ. പിന്നെ അതിൽ നിന്ന് കോഫി ഉണ്ടാക്കുന്ന പ്രോസസ്സ് അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഡിസ്പ്ലേയിൽ കാണാനായിട്ട്. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് കഫറ്റേരിയയിലേക്കാണ്. അധികം തിരക്കുണ്ടായിരുന്നില്ല നേരത്തെ വന്നതുകൊണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നല്ലോണം അടിയിലേക്ക് ട്രെക്ക് ചെയ്ത് പോകാനുണ്ട്, ടെറസസ് ആയതുകൊണ്ട്. അപ്പോൾ ഒരുപാട് ചൂടായിക്കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇത്തിരി നേരത്തെ എത്താൻ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇവിടെ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് ഇതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കോഫി ഹൗസും ഈ റെസ്റ്റോറൻറ്റും ഒക്കെ ഓപ്പൺ ആയത്. ഇതിൻ്റെ താഴെ ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡോ ഡ്രിങ്ക്സോ എടുത്ത് അവിടെ പോവാം. കുറേ നാൾ ആഗ്രഹിച്ച ബാലി സ്വിങ് ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ്. അതിനുവേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ റെൻ്റ് എടുത്തു. ഡ്രസ്സ് റെൻ്റ് എടുക്കാനും ആക്ടിവിറ്റി, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് രണ്ടാൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 5000 Indian rupees ആകും. എനിക്ക് അത് കുറച്ച് ഓവർ ഹൈപ്ഡ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ബട്ട് ബാലിയിൽ വന്ന എല്ലാവരും ബാലി സ്വിങ് എക്സ്പീരിയൻസ് ചെയ്യാതെ തിരിച്ചു പോകുന്നതും ഒരു വിഷമകരമായ കാര്യമായതുകൊണ്ട് ഞങ്ങളത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ ഹൈറ്റ് എന്നുള്ള സ്വിങ്ങിൻ്റെ. ബിക്കോസ് ഇത് ടെറസസ് ആയതുകൊണ്ട് താഴേക്ക് നല്ല ഡെപ്ത് ഉണ്ട്. അപ്പം നല്ല വ്യൂ ആണ് നമ്മൾ സ്വിങ്ങിൽ കാണുന്നത്. പിന്നെ ഇവിടെ കുട്ടി കുട്ടി അരുവികളും ഇവർ മാൻമെയ്ഡ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോ ബൂത്ത്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഫ്രീ ആണ്. നമ്മൾ ഈ പാക്കേജ് ഈ ഡ്രസ് റെൻ്റൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ ഫോട്ടോഷൂട്ട്സും അതിനൊന്നും ടൈം റെസ്ട്രിക്ഷൻസും ഇല്ല. ഒരു ഹാഫ് എ ഡേ ഈസിലി നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാണ് ഞങ്ങൾ. സ്റ്റേ ട്യൂൺ.